നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. കരൂർ ദുരന്തം വിജയിന്റെ പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുകയാണ്. കരൂർ ദുരന്തത്തിന് പിന്നാലെ ടിവികെ സ്ഥാപക നേതാവും നടനുമായ വിജയ് കടുത്ത മാനസിക സംഘർഷത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിജയ് അസുഖബാധിതനാണെന്നും രോഗമുടൻ ഭേദമാവട്ടെ എന്നും BJP നേതാവ് അമർ പ്രസാദ് ആശംസിച്ചു. ആരോഗ്യം സൂക്ഷിക്കണമെന്നും അമർ പ്രസാദ് ഉപദേശിച്ചു. പണയൂരിലെ വീട്ടിലായിരുന്ന വിജയ് രാവിലെ പട്ടണംപക്കത്ത് വീട്ടിലേക്ക് മാറി. ടിവികെയുടെ രണ്ടാമത്തെ ഓഫീസ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. അതിനിടെ രാഹുൽ ഗാന്ധി വിജയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടി. ടിവികെ റാലിയിൽ ആളുകൾ മരിക്കാനിടയായ സംഭവത്തിൽ അനുശോചനം അറിയിച്ചെന്നും ഫോൺ വിളിക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നുമാണ് കോൺഗ്രസിന്റെ വിശദീകരണം. കരൂരിലെ ദുരന്തഭൂമി സന്ദർശിക്കാൻ അനുമതി തേടി വിജയ് ഹൈക്കോടതിയിൽ. സന്ദർശനത്തിന് പോലീസും ജില്ലാ ഭരണകൂടവും തടസ്സം നിൽക്കരുതെന്നാവശ്യപ്പെട്ട് ടിവികെ ജനറൽ സെക്രട്ടറി ആദവ് അർജുന മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. കരൂർ ദുരന്തത്തിന് കാരണം DMK പോലീസ് ഗുണ്ടാ കൂട്ടുകെട്ടെന്നും DMK MLA സെന്തിൽ ബാലാജിയാണ് ആസൂത്രകനെന്നും സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നുണ്ട്. അതേസമയം ടിവികെ അധ്യക്ഷൻ വിജയുടെ കരൂർ റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 41 ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സുഗുണ എന്ന 65 വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ മരിച്ചത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ച സ്ത്രീകളുടെ എണ്ണം 18. ദുരന്തത്തിൽ പോലീസിന്റെ സംഘാടകരുടെ വീഴ്ചകൾ അക്കമിട്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നത്. കേസിൽ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറി DGP ഉത്തരവിറക്കി. ADSP പ്രേമാനന്ദനാണ് അന്വേഷണ ചുമതല. അതിനിടെ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും L മുരുകനും ആൾക്കൂട്ട ദുരന്തമുണ്ടായ കരൂരിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. 11:30 കരൂരിലെത്തിയ ഇരുവരും ആദ്യം ദുരന്തമുണ്ടായ വേലുചാമിപുരം സന്ദർശിച്ചു. പിന്നീട് പരിക്ക് പറ്റിയവർ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തി വിവരങ്ങൾ തിരക്കി. ചികിത്സയിലുള്ളവരെ സന്ദർശിച്ചു. എന്നാൽ ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അതേസമയം കരൂർ ദുരന്തത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ FIRൽ ടിവികെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഗുരുതര ആരോപണമുണ്ട്. വിജയ് മനഃപൂർവ്വം റാലിക്കെത്താൻ 4 മണിക്കൂർ വൈകിയെന്നാണ് FIRലുള്ളത്. കരൂരിൽ അനുമതിയില്ലാതെയാണ് റോഡ് ഷോ നടത്തിയതെന്നും FIRലുണ്ട്. ജനക്കൂട്ടത്തെ ആകർഷിക്കാനും പാർട്ടിയുടെ ശക്തി പ്രകടിപ്പിക്കാനുമായിരുന്നു അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയതെന്നും അനുമതിയില്ലാതെ റോഡിൽ നിർത്തി സ്വീകരണം ഏറ്റുവാങ്ങിയെന്നും ടിവികെ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും അനുസരിച്ചില്ലെന്നും FIRലുണ്ട്. അതേസമയം കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ വിജയ് മാത്രം ഉത്തരവാദിയല്ലെന്ന് PMK പ്രസിഡന്റ് അൻപുമണി രാമദാസ്. നടന്നത് അപകടം മാത്രമെന്ന് PMK പ്രസിഡന്റ് അൻപുമണി രാമദാസ് പറയുകയുണ്ടായി. വിജയ് അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൽ കാര്യമില്ല. RCB ആൾക്കൂട്ട ദുരന്തം പോലെയൊരു അപകടമാണ് കരൂരിലുമുണ്ടായത്. ആരെയും കുറ്റപ്പെടുത്താൻ താല്പര്യമില്ല. എന്നാൽ അവഗണിക്കാമായിരുന്ന അപകടമാണ് നടന്നത്. ഒരു ഗ്രൗണ്ടിലോ മറ്റോ ആയിരുന്നു റാലിയെങ്കിൽ അപകടത്തിന്റെ തോത് കുറഞ്ഞേക്കാമായിരുന്നു. വിജയ് വൈകി വന്നത് അപകടത്തിന്റെ കാരണങ്ങളൊന്നായേക്കാം. എന്നാൽ സർക്കാരിനും ആൾക്കൂട്ടത്തിനും കൂടി ഉത്തരവാദിത്തമുണ്ട്. മുഖ്യമന്ത്രിയുടെയും മകന്റെയും യോഗങ്ങൾക്ക് 1000-ലേറെ പോലീസുകാരുണ്ട്. മറ്റ് നേതാക്കൾക്ക് മതിയായ സുരക്ഷ നൽകാറില്ലെന്നും PMK പ്രസിഡന്റ് അൻപുമണി രാമദാസ് ആരോപിച്ചു. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുകയാണ്. ജസ്റ്റിസ് അരുണ ജഗദീശൻ വേലുചാമിപുരത്ത് വീണ്ടും എത്തി. അതേസമയം കരൂരിലേക്ക് പോകാൻ വിജയ് അനുമതി തേടിയെങ്കിലും പോലീസ് വിലക്കി. ഇന്നലെ രാത്രി വിജയ് പോലീസുമായി സംസാരിച്ചെന്നാണ് ടിവികെ വിശദമാക്കുന്നത്. വിജയ് ചെന്നൈയിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. അതേസമയം കരൂർ ആൾക്കൂട്ട ദുരന്തത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നു. സ്ഥലം അനുവദിച്ചതിൽ പോലീസ് വീഴ്ചയുണ്ടായെന്നും 10 മണിയോടെ തന്നെ ആളുകൾ തടിച്ചുകൂടിയിട്ട് മുൻകരുതൽ എടുത്തില്ലെന്നും റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ പാകത്തിനൊന്നും ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കരൂർ അപകടത്തിലെ ഏറ്റവും സങ്കടകരമായ കാഴ്ച 2 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവ് വിഷ്ണു എന്ന കുഞ്ഞിന്റെ മരണമായിരുന്നു. അപകടം നടന്ന സ്ഥലത്തു നിന്നും 50 മീറ്റർ മാത്രം മാറിയായിരുന്നു ധ്രുവിന്റെ വീട്. സിനിമയിൽ മാത്രം കണ്ട വിജയ് എന്ന താരത്തെ ഒരു നോക്ക് കാണാൻ പോയ മാതൃ സഹോദരിയുടെ കയ്യിലായിരുന്നു കുഞ്ഞ്. വിജയ് എത്തിയതിന് പിന്നാലെ കറണ്ട് പോയപ്പോൾ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് മാതൃ സഹോദരിയും കുഞ്ഞ് നിലത്ത് വീണത്. ആശുപത്രിയിൽ നിന്നുള്ള TV ദൃശ്യങ്ങളിൽ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതാണ് പിന്നീട് കണ്ടതെന്നാണ് പിതാവ് വേദനയോടെ പറയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.